ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. താർമകൾ കൻപുള്ള തത്തേ വരികിടോ താമസശീലമകറ്റേണമാശു നീ. ദാമോദരൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ. പങ്കമെല്ലാം അകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ. പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൽ ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവന് ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു. മാർഗവും പിന്നിട്ടയോധ്യാപുരിപുക്കു താതനോടും നിജമാതൃജനത്തോടും ധാതൃസൂതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനീ പുത്രിയാം ഭാമിനി തന്നോടും വന്നതിരേറ്റൊരു പൗരജനത്തോടും ചെന്ന് മഹാരാജധാനിയകം ബുക്കു. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നെ സനാഗുണം കാൺകയാൽ. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കർത്തൃസൂതകണഭൂഷണഭൂഷിതൻ ചിദ്രുപനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവജ്ഞൻ. രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമ ഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമതുല്യധാരിയായ ഗൗരിയാം അദ്രിസുതയും ആനന്ദവിവശയായി ഭർതൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവം അരുൾ ചെയ്തു. നാരായണൻ നളിനയായ ലോലോചനൻ നാരീജന മനോമനോഹരൻ മാധവൻ നാദരസേവൻ നളിനാശനപ്രിയൻ നാരകാരാദി നളിന ശരഗുരു നാദൻ നരസകൻ നാനാജഗന്മയൻ നാദ്യ വിദ്യാത്മക നാമ സഹസ്രവാൻ നാളീകരമ്യവദനൻ നരകാരി നാളീക ബാന്ധവ വംശ സമുദ്ഭവൻ. ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസ വംശവിനാശകാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രദൻ പുമാൻ. ഭക്തജനത്തോപ ഭക്തിമുക്തിപ്രദൻ ശക്തി വിമുക്തനിമുക്ത ഹൃദ്യസ്ഥിതൻ വേദനവ്യക്തനന്ദനാമയൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ. നക്തഞ്ജരേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തന്തിവം ജീവിവാതതി കേൾക്കലും തൃപ്തി വരാമമ വേണ്ടീല മുക്തിയും. ഇദ്ധം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊൾകെന്നരുൾ ചെയ്തു. നാരദരാഘവ സംവാദം. എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജോലോചനൻ ഭക്തപരായണൻ മംഗളദേവതാ കാമുകൻ രാഘവൻ അങ്കജ നാശന വന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ടത പുത്തിങ്കല് മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോത്പലദളലോച വിലോലജൻ നീലോപലാപൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ടു വെണ്യാമരം കൊണ്ടു പത്നിയാൽ വീജിതനായതി കോമളൻ ബാലനിശാകര ബാലദേശീലസന് മാലേയ പങ്കമലങ്കരിച്ചിങ്ങനെ ബാലാർക്ക സന്നിഭ കൗസ്തുഭകന്ധരൻ
പ്രാലേയ ഭാനുസമാനനയാ സമം ലീലയാ താംബൂലചവർണ്യ ദൈന്യരനു വേലം വിനോദിച്ചിരുന്നരുളുന്നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ. മുഗ്ധ ശരശ്ചന്ദ്ര തുല്യ തേജസ്സൊടും ശുദ്ധ സ്ഫടിക സംകാശ ശ്രീരനായി സത്വരമമ്പരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവ വേഗാലവതരിച്ചിടിനാൻ. ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരീലിനാശു നമസ്കരിച്ചിടിനാൻ. പാദ്യാസന ചമനീയർഘ്യപൂർവക മാതേന പൂജിതനായിക നാരദന് തന്നെ യോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം. മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സംവ്രതം നാനാവിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോൾ സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകം തവ പാദപങ്കേരുഹം. നാനാവിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാനതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാൻ അവകാശവും വന്നിതു പുണ്ടരീകോദ്ഭവപുത്ര മഹാമുനി. എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നു തപോനിധേ. എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്തു വേണം ദയാനിധേ. എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം. മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പലെല്ലാമേ. യുദ്ധമാകർണ്യ രഘുവരൻ തന്നോടു മൂർധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനെന്നെ മോഹിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിടുവതിങ്ങനെ. മുഗ്ധങ്ങളായുള്ള വാക്കുകളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ. ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തന്മന്മാർക്കു വേണ്ടി വരുമല്ലോ. യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം. സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നതു നിർണയം. ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും. അർണോജ സംഭവനായി തൃണാന്തമായി ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കൾക്കൊക്കെ നിത്നപത്യം പുനരാകയാൽ ഒക്കും പറഞ്ഞതു സംസാരി എന്നതും ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താഭി സീതവർണഭേദം പൂണ്ടു സത്വരജസ്ത മോനാമ ഗുണത്രയ യുക്തയായിടിന വിഷ്ണുമഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവള്. സത്യം ത്വയോക്തം അതിനില്ല സംശയം. പുത്രമിത്താർത്ഥകളത്ര വസ്തുക്കളിൽ സക്തനായുള്ളോ
ഗൃഹസ്ഥൻ മഹാമതേ. ലോകത്രയ മഹാഗേഹത്തിനു ഭവാൻ ഏകനായൊരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാജാനകി. ശീതകിരണൻ നീ രോഹിണി ജാനകി. ആതിഥേയാധിപൻ നീ ശചി ജാനകി. ജാതവേദസ്സു നീ സ്വാഹാമഹീസുത. ആർക്കജൻ നീ ദണ്ഡനീതിയും ജാനകി. രക്ഷോവരൻ ഭവാൻ താമസി ജാനകി. പുഷ്കരാക്ഷസൻ ഭവാൻ ഭാർഗവീ ജാനകി. ശക്രദൂതൻ നീ സദാഗതി ജാനകി. രാജരാജൻ ഭവാൻ സംവൽക്കരീ സീത. രാജരാജൻ നീ വസുന്ധര ജാനകി. രാജപ്രവകൻ രകുമാര രഘുപതേ. രാജീവലോചന രാമദയാനിധേ. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി. സ്വർദ്രുമം നീലതാ രൂപിണി ജാനകി. വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സദ്ഗുണവാരിതേ. യാതൊന്നു പുല്ലിംഗവാചകം വേദാന്ത വേദ്യേ തൽ സർവസുമേവ നീ. ചേതോ വിഹാന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീ ദേവിയും. ഞങ്ങളിരുവരും എന്നിയെ മറ്റൊന്നു മെങ്ങുവേ കണ്ടില്ല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചു കൊള്ളു ജഗൽപതേ. മായയാ മൂടിമറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനമവ്യകൃതമായതും. നിന്നയെ തിങ്കൽ നിന്നുള്ളു മഹത്വത്ത മെന്നത തിങ്കൽ നിന്നുണ്ടായി സൂത്രവും. സർവാത്മകായ ലിംഗമതിങ്കൽ നീ നുർദ്വിപതി പുനരുണ്ടായി ചമഞ്ഞതും. എന്നതഹങ്കാര ബുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയ ജാല സംയുക്തമായൊന്നല്ലോ. ജന്മമൃതി സുഖ ദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും. ചൊല്ലാവതല്ലാനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ. മൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളൊരുപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും. അന്യൂനാം പരം തദ്യുക്തൻ വിഭോ. സർവപ്രപഞ്ചത്തിൽ നിന്നും ബിംബഭ്രതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവു രാജീവലോചകനാകുന്ന നീയല്ലോ. നിങ്ങൾ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ. നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലത്രേ ലയിക്കുന്നതുമൊക്കവേ. നിൻ കളിയാകുന്നിതൊക്കെയോ ആർക്കും വിധൗ. കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം. നാരായണ നരകാരി നരാധിപ. ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭയ മൃത്യു ദുഃഖാദികൾ. ത്വൽകഥ നാമ ശ്രവണാദി കൊണ്ടുടൻ ഉൾക്കൊമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും. ത്വൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കൊമ്പിലുദിച്ചിടും. ഭക്തി മുഴുത്തുത്വ ജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. ത്വൽഭക്ത ഭൃത്യഭൃത്യന്മാരിലേകനെ നൽപജ്ഞാനമായെന്നും കരുതേണമേ. ത്വന്നാഭി പങ്കജത്തിങ്കൽ നിന്നേകഥാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിതാ. നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോർ എന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും. പിന്നെയും പിന്നെയും വീണു നമസ്കരി ചന്നീവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ. ആനന്ദ ബാഷ്പ പരിപ്ലത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ.
ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടൊന്നു അരുളി ചെയ്തിടണം. മർത്യനായി വന്നു ജനിച്ചു ദശരഥൻ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായൊരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥഭിഷേകമിക്കാലം ചെയ്യുമാറെന്നൊരുമ്പെട്ടിരിക്കുന്നതു നെയ്യും അതിനനുകൂലനായി വന്നിടും. പിന്നെ ദശമുഖനെ കൊന്നു കൊള്ളുവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുകൻ എന്നോടു സത്വരം ചെന്നു പറകന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്തരനായി വരും. ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായരുൾ ചെയ്തിതു രാഘവൻ. സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തേ വിഷാദമുണ്ടായ്മകതു കാമൂലം കാലവിളംബനമെന്തിനെന്നല്ലല്ലി മൂലമതിനുണ്ടെന്നതും പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധ കർമ്മഫലകൗലക്ഷയം വരുന്നേരെന്നൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ കാരണമാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കുകയുമില്ലല്ലോ. നാളെ വനത്തിന് പോകുന്നുണ്ടു ഞാൻ, നാളീകലോചനൻ പാദങ്ങൾ തന്നാണേ. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമൊടുവാണിടുവൻ. എന്നാ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുദാനാന്വയ നാശം വരുത്തുന്നവൻ സത്യമീതെന്നരുൾ ചെയ്തു രഘുപതി. ചിത്തപ്രമോദേന നാരദനന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡന നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രനുജ്ഞായും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാദരാൽ. നാരദ രാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കുമതിനില്ല സംശയം. ശേഷമെന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. ശ്രീരാമാഭിഷേകാരംഭം. എങ്കിലോ രാജാ ദശരഥനേകാദ സങ്കരിതാത്മമാറിക്കുമ്പോൾ പങ്കജ സംഭവ പുത്രൻ വസിഷ്ഠനാം തൻ കലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതിപ്പോഴും. ഓരോ ഗുണം കണ്ടവർ താരിലാനന്ദമതിനില്ല സംശയം. വൃദ്ധനായി വന്നതു ഞാനുമൊട്ടാകയാൽ പുത്രലിൽ ശ്രേഷ്ഠനാം രാജകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥമഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിലും ഉൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. ഈ പ്രജകൾക്കനുരാഗവങ്കലു ഉണ്ടെപ്പോഴും ഏറ്റവും അതോർത്തു കണ്ടീലയോ. വന്നീല മാതുലനെ കൊണ്ട നന്മലാറെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ. മുക്ത മണിമാല്യ രാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യാഭരണങ്ങളും സൽകൃതന്മാരാം മുനിജനം വന്നിഹ നിൽക്ക കശപാണികളായി സഭാന്തികേ. നർത്തകീമാരോടു വാരവധൂജനം നർത്തക ഗായക വൈണകീ വർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണമെന്ന മൂർവീശ്വരാങ്കണനേന്നു മനോഹരം. ഹസ്ത്യ ശബത്തെ
രഥാതിമഹാബലം. വസ്ത്രാദ്യലങ്കാരമോടു വന്നിടണം ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവ അഭിഷേകാർത്ഥമായി. യുക്തം സുമന്ത്രരെയും നിയോഗിച്ചതി സത്വരം തേരിൽ കരേറി വസിഷ്ഠനും. ദാശരഥി ഗൃഹമെത്രയും ബാസൂരമാശു സന്തോഷേണ സാമ്പ്രപ്യ സാദരം. നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡന നമസ്കാരവും ചെയ്താൻ. രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടു മതിഭക്ത രഘുത്തമൻ. പൊൽകലശസ്ഥിതി നിർമ്മലവാരിണ തൃക്കാൽ കഴുകിച്ചു പാദാംബുജ തീർത്ഥവും ഉത്തമാംഗേന ധരിച്ചു വിശുദ്ധനായി. ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു പുണ്യവാനായി നേടിയത അതീവ കേളിന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ. എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠൻ അരുൾ ചെയ്തു. നന്നുനത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ടു ചെല്ലുന്നതിപ്പോൾ നൃപാത്മജ. ത്വൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പവൈരിയും ധന്യനായിടിനാൻ. ത്വൽപാദതീത വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും ഭൂമതേ. ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥ അദ്ഭുത വിക്രമ ചെന്നതു നീയെടോ. നന്നായി അറിഞ്ഞിരിക്കുന്നതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതുമിന്നെടോ. സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവു മോക്ഷദൻ നാനാ ജഗന്മയിനീശ്വരൻ. ലക്ഷ്മി ഭഗവതിയോടും ധരണയി ഇക്കാലമത്രേ ജനിച്ചതു നിശ്ചയം. ദേവ കാര്യാർത്ഥ സിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനങ്ങൾക്കു മുക്തി സിദ്ധിപ്പാനും മിത്തമവതരിച്ചീടിന ശ്രീപദേ. ദേവകാര്യാർത്ഥമതീവ ഗുഹ്യം പുന രേവം വെളിച്ച തിടേടാഞ്ഞതു ഞാനിതം. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ച സാധിക്ക മായയാ മായാമനുഷ്യനായ ശ്രീനിധേ. ശിക്ഷനല്ലോ ഭവാനാചാര്യനേശൻ ഞാൻ ശിക്ഷിക്ക വേണം ജഗദിത്താർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരചാര്യനല്ലോ ഭവാൻ ഓർക്കിലി പിതൃണാം പിതാമഹനും ഭവാൻ. സർവേഷ ഗോചരനായന്ത്യാമിയായി സർവ ജഗദ്യന്ത്ര വാഹനയായ നീ. ശുദ്ധ സത്മാത്മകമായൊരു വിഗ്രഹം ധൃത്യാ നിജാധീന സംഭവനായുടൻ മർത്യവീശീണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായയാചാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ. എന്നോടു ദാതാവു താനരുൾ ചെയ്കയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്നയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ. ഞാനും ഭവാനോടു സംബന്ധകാക്ഷയാ നൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളൊരു ചെയ്യാലൊടുക്കത്തു നന്നായി വരുകിലതും പിഴയല്ലല്ലോ. ഇന്നു സഫലമായി വന്നു മനോരഥം മൊന്നപേക്ഷിക്കുന്നതിന്തു ഞാനിന്നിയും. യോഗേശ തേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിപ്പായ്കമാം ആചാര്യനിഷ്ഠതി കാമൻ ഭവാനെങ്കിൽ. ആശയം മായയാ മോഹിപ്പായ്മമേ ത്വൽപ്രസംഗാൽ സർവമുക്തമിപ്പോളിത മപ്രവ്യക്തം മയാ രാമ കത്രചിൽ. രാജാ ദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ. ഉണ്ടഭിഷേകമൊടുത്താനാളെന്നതു കണ്ടു ചൊൽവാനുഴറി വന്നനഹം. വൈദേഹിയോടും ഉപവാസവും ചെയ്തു
മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാനോരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവാൻ വൈകാര. വന്നിടുഷസ്സിനു നീയെന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും. പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്നേ ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി. താതനിക്കഭിഷേകമിളകമയായി മോദനെ ചെയ്യുമെടുത്ത നാൾ നിർണയം. തത്ര നിമിത്തമാത്രം ഞാനതിന്നൊരു കർത്താവു നീ രാജ്യഭോക്താവും നീയത്രേ. വത്സ മമത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിനു കോപ്പിട്ടു കൊണ്ടാലും നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം. മത്സരിപ്പാനില്ലിതിന്നു നമ്മോടാരും. ഇത്തരം ഓരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശിഷ്ട വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാൽ അറിയിച്ചു സമസ്തവും. രാജീവ സംഭവ നന്ദനോടു രാജാ ദശരഥൻ ആനന്ദപൂർവകം രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ. കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരു പുമാൻ. സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാല്യവും നൽകിനാർ. കൗസല്യയും തനയാഭ്യുതാർത്ഥമായി കൗതുകമോട് പൂജിച്ചിതു ലക്ഷ്മിയെ. വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാലവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ട് മതു നിർണയം മാനസേ. എന്നാലതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ വധ സംഭരിച്ചിടണം. രാമനോടും നിന്തിരുവടിക്ക് വൈകാതെ സംബോധമിപ്പോഴേ ചെന്നറിയിക്കണം. തോരണ പങ്ക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോട് മത്യുന്നതം. ഘോരഹാരമായുള്ള പെരുമ്പറനാദവും പൂരിക്കുതിക്കുകളൊക്കെ മുഴങ്ങവേ. മന്നവനായ ദശരഥനാഥരാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ ചെയ്തു. എല്ലാം വസിഷ്ഠൻ അരുളി ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ. നാളെ വേണം അഭിഷേകമിളമയായി നാളീകനേത്തനാം രാമനു നിർണയം. നന്ദിതനായ സുമന്ത്രനും എന്നേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ. എന്തെന്നു വേണ്ടുന്നതെന്നരു ചെയ്താലും അന്തരമെന്നിയെ സംഭരിച്ചിടുവൻ. ചിത്തെ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോ ദിത്തം വസിഷ്ഠ മുനിയുമരുൾ ചെയ്തു. കേൾക്ക, നാളെ പുലർക്കാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷേ 16 പേർ നിൽക്കണം. മത്തഗജങ്ങളെ പൊന്നണിയിക്കണം. ഐരവത കലജാതനാം 4 കൊമ്പനാരാല് വരേണമലങ്കരിച്ചങ്കണേ. ദിവ്യനാനാ തീർത്ഥവാരി പൂർണ്ണങ്ങളായി ദിവ്യരത്നങ്ങൾ മുഴി വിചിത്രമായി സ്വർണ്ണ കലശ സഹസ്രം മലയജ വർണ്ണങ്ങൾ കൊണ്ടു വായു കെട്ടിവച്ചിടണം. പുത്തൻ പുലിത്തോൽ വരുത്തുക മുന്നീഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതം. പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാലറിയിച്ചു സമസ്തവും. രാജീവ സംഭവ നന്ദനോടു രാജാ ദശരഥൻ ആനന്ദപൂർവകം രാജീവ നേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധേനേന ചൊന്നതു കേൾക്കയാൽ. കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരു പുമാൻ. സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാല്യവും നൽകിനാർ. കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചിനൊരു പൂമാൻ. സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാല്യവും നൽകിനാർ.
കൗസല്യയും തനയാഭ്യുദയാർത്ഥയമായി കൗതുകമോട് പൂജിച്ചിതു ലക്ഷ്മിയെ. നാദേ മഹാദേവി നീയേ തുണയെന്നു ചേതസി ഭക്ത്യാ വണങ്ങി വാണേടിനാൾ. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിരിടന്നുമേ. കേകേയ പുത്രീ വശഗതനാകയ ലാകുല മുന്നിൽ വരുന്നിതേറ്റവും. ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കി തുണച്ചിടും അംബികേ. കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തമെന്തീശ്വര. നല്ലവണ്ണം വരുത്തേണമെന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതും നേരം. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ജയ് ശ്രീരാം ജയ് ശ്രീരാം ജയ് ശ്രീരാം.